ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് 2 സവാളയാണ്. അതിൽ ആവശ്യമായിട്ടുള്ള ചേരുവകൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ സവാള നല്ലതുപോലെ തിരുമ്മി ഇങ്ങനെ യോജിപ്പിക്കണം. അതിൽ ചെറിയ നീരുണ്ടാവും, അപ്പോൾ നീര് ഒന്ന് ഇറങ്ങിയിട്ട് എല്ലാത്തിലും ഒന്ന് പിടിക്കണം. നല്ലതുപോലെ തിരുമ്മി ഞാൻ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഒരു പച്ചമുളകും, ചെറിയൊരു പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് നല്ലതുപോലെ ഇതിലേക്ക് യോജിപ്പിക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടിയും അതേ അളവിൽ തന്നെ ആവശ്യത്തിന് ആട്ടപ്പൊടിയും ഞാൻ ചേർത്ത് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കുഴച്ച് ഈ ഒരു പരുവം ആവുന്നത് വരെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം തിളച്ച എണ്ണയിലേക്ക് ഇതേ വട്ടത്തിന് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് കട്ടി ഉണ്ടാവാൻ പാടില്ല. കട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അകത്തുള്ള മാവ് വെന്ത് കിട്ടാൻ വേണ്ടി താമസം എടുക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഭാഗം വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഓരോന്നായിട്ട് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലൊരു ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് എന്നെ അറിയിക്കണം. നമുക്കൊരു 4 മണി പലഹാരമായിട്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒരു ഗ്ലാസ് ചായയും കൂടി എടുക്കാം. അപ്പോൾ നമുക്ക് ചായയും ഉള്ളിവടയും കഴിക്കാം. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. വീണ്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വേറൊരു പലഹാരമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു റെസിപ്പിയായിട്ടോ വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.